റോഡരികിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സജീവൻ. പ്രദേശത്ത് CCTV സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഇരിക്കൂർ പാലം മുതൽ കാഞ്ഞിരോട് പാലം വരെ നീണ്ടു നിൽക്കുന്ന വളരെ വിസ്തൃതമായിട്ടുള്ള 20 വാർഡുള്ള ഒരു പഞ്ചായത്താണ്. ഞങ്ങൾ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വർക്ക് നമ്മൾ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ 18 നേരത്തെ ഉണ്ടായിരുന്ന 18 വാർഡാണ്. ആ 18 വാർഡുകളിൽ 36 ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലേക്കും എല്ലാ മാസവും എത്തിച്ചേരുകയും വളരെ കൃത്യമായിട്ട് തന്നെ അത് ശേഖരിക്കുകയും 100% എത്തിക്കാൻ സാധിക്കുന്ന തരത്തിൽ എല്ലാ വീടുകളെയും ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ ജൈവ മാലിന്യങ്ങളെ പൂർണ്ണമായും അതില്ലാതാക്കാൻ നമുക്ക് റിംഗ് കമ്പോസ്റ്റുകൾ നമ്മുടെ എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും നമുക്കത് ഇതിനകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ ഈ പറയുന്ന തെരുവോരങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചൊക്രാൻ വളവ് എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു മേഖലയായിട്ട് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതുപോലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഇടപെടുകയും അത്തരം ആളുകളെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തുകയും ചില സമയങ്ങളിൽ നമ്മൾ ആ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ചില ബില്ലുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരെ കണ്ടെത്തിക്കൊണ്ട് അവരിൽ നിന്ന് ഫൈൻ ഈടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതി നമ്മുടെ നേരത്തെയും പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ CCTV ഉൾപ്പെടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പോവുക എന്നതാണ് നമുക്ക് അതിനകത്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങൾ. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വലിയ ബോധവൽക്കരണം ഈ മേഖല നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഈ പറഞ്ഞ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്ത ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ഈ കല്യാണ വീടുകളിൽ നമ്മളെപ്പോഴും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട്. അതിന് പഞ്ചായത്ത് തന്നെ പ്രത്യേകമായിട്ട് ഓരോ വാർഡിനകത്തും സ്റ്റീൽ പ്ലേറ്റുകളും അതുപോലെ സ്റ്റീൽ ഗ്ലാസുകളും കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ വിശേഷ അവസരങ്ങളിലാണ് ഇത്തരം വേസ്റ്റുകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതിൽ അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തുന്നുണ്ട്. എന്നിട്ടും ചില മേഖലകളിൽ ഇതുപോലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരിക വളരെ നമ്മൾ നാട്ടുകാരുടെ ഒരു ജാഗ്രത സമിതി തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ രൂപീകരിച്ചു. ഇത് സംബന്ധിച്ച് കണ്ടെത്താനും അതിനകത്ത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പഞ്ചായത്തിന്റെ എല്ലാ നിയമവും അനുസരിച്ച് അതിനകത്ത് ഇടപെട്ടിട്ടുകൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിനകത്ത് ശക്തമായ കർശനമായ നടപടികൾ സ്വീകരിക്കുക എന്നതല്ലാതെ അതിനകത്ത് ബോധവൽക്കരണവും കർശനമായ നടപടികളും ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനവും നമ്മൾ ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ച് പോകണമെന്നുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനമാണ് നമ്മൾ നേരത്തെയും പഞ്ചായത്ത് തലത്തിൽ. ഇത് പുതിയ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യും. ഭരണസമിതി യോഗം ചേർന്ന് കഴിഞ്ഞാൽ ആ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് മാലിന്യം കേന്ദ്രങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ അതിനകത്ത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മാലിന്യ കേന്ദ്രങ്ങളെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആയിപ്പുഴയുടെ ഈ പറഞ്ഞ ചൊക്രാൻ വിളവ് ഇപ്പുറത്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ മുമ്പിൽ ഉള്ളത് ഈ കരടി ആ ജനവാസമില്ലാത്തൊരു വളവ്. വീടുകളിൽ മാത്രം നിൽക്കുന്ന മാലിന്യം പരിഹരിക്കൽ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ പാതയോരങ്ങളിലെ ഈ പറയുന്ന വേസ്റ്റുകൾ തള്ളുന്ന വിഷയങ്ങൾക്കകത്ത് ഉൾപ്പെടെ നമുക്ക് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കണമെന്നുള്ള കാഴ്ചപ്പാടാണ് പുതിയ പഞ്ചായത്ത് ഭരണസമിതിക്കുമുള്ളത്. ആ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.